പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഐ എം ഡോക്ടർ ജുനൈദ്. ഇന്ന് നിങ്ങളായിട്ട് വളരെ പ്രധാനപ്പെട്ടൊരു വിഷയം സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ നാട്ടിൽ ഇപ്പം വളരെ കൂടി വരുന്ന ഒരു ട്രെൻഡാണ് ഡയറ്ററി അഥവാ ന്യൂട്രീഷണൽ സപ്ലിമെൻറ്റ് ഡെയിലി എടുക്കുന്ന ഒരു ശീലവും വർദ്ധിച്ചു വരുന്നുണ്ട്. പലതരത്തിലുള്ള ന്യൂട്രീഷൻ സപ്ലിമെൻറ്റുകളുണ്ട്. അത് വളരെ ബ്രോഡായിട്ടൊരു ടോപ്പിക്കാണ്. ഫോർ എക്സാമ്പിൾ ജിമ്മിന് വേണ്ടി സ്പോർട്സ് അത്ലറ്റ്സുകളൊക്കെ ഉപയോഗിക്കുന്ന സപ്ലിമെൻറ്റ്, അതിനെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. അത് വളരെ മറ്റൊരു വലിയൊരു ബ്രോഡ് ടോപ്പിക് ആയതുകൊണ്ട് ഞാൻ ഇന്ന് അഡ്രസ്സ് ചെയ്യാൻ പോകുന്ന വിഷയം പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അസുഖം വരാതിരിക്കാൻ, ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാൻ, സ്കിൻ ഗ്ലോ ചെയ്യാൻ, ഓവറോൾ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാൻ, എനർജി ലെവൽ കൂട്ടാൻ എന്നൊക്കെ പറഞ്ഞിട്ട് സപ്ലിമെൻ്റ് എടുക്കുന്ന ഒരു ശീലം ഇപ്പം നമുക്കിടയിൽ വർദ്ധിച്ചു വരികയാണ്. അപ്പോൾ ഈ രീതിയിൽ വർദ്ധിച്ചു വരുമ്പം അതിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഏതെങ്കിലും തരത്തിലുള്ള കൺസേൺഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ടൊക്കെ ആണ് ഞാൻ ഇന്ന് വീഡിയോയിലൂടെ വിശദീകരിച്ച് പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നോക്കാൻ പോകുന്നത്, ഇത്തരത്തിലുള്ള സപ്ലിമെൻ്റ് എടുക്കുന്നത് കൊണ്ട് നമുക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഏതെങ്കിലും തരത്തിലുള്ള ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ ഇതുപോലുള്ള സപ്ലിമെൻറ്റ് കൃത്യമായ അളവിൽ, കൃത്യമായ ഡോസ്, കൃത്യമായ കാലയളവിലേക്ക് എടുക്കുമ്പം തീർച്ചയായും അത് നിങ്ങൾക്ക് ഗുണം ചെയ്യും. പക്ഷെ അതൊരു ഹെൽത്ത് പ്രാക്ടീഷണർ, കൃത്യമായൊരു വിദഗ്ധൻ്റെ അഡ്വൈസ് പ്രകാരം എടുക്കുന്നതാണ് അത് ഏറ്റവും കൂടുതൽ സേഫ് ആയിരിക്കും എന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കുക. കാരണം പലപ്പോഴായിട്ട് ഇത്തരത്തിലുള്ള സപ്ലിമെൻറ്റുകൾ നമ്മൾ എടുക്കുമ്പോൾ പലതരത്തിലുള്ള മരുന്നായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. ചില അസുഖങ്ങളിൽ നമ്മളത് കൃത്യമായി എടുക്കേണ്ടത് ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സേഫ്റ്റിയും കൂടി നമ്മൾ ഉറപ്പാക്കേണ്ടത് ഇമ്പോർട്ടൻ്റാണ്. പക്ഷേ നിങ്ങൾക്ക് അസുഖമൊന്നുമില്ല, അസുഖം പ്രിവെൻറ്റ് ചെയ്യണം, ഇമ്മ്യൂണിറ്റി കൂട്ടണം, ഓവറോൾ ഹെൽത്ത് കൂട്ടണം എന്ന് പറഞ്ഞെടുക്കുന്നത് കൊണ്ട് വല്ല ഗുണമുണ്ടോ എന്ന് കൂടി നമ്മൾ നോക്കാം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, കൃത്യമായൊരു എവിഡൻസ് നിലവിലില്ല ഇത്തരത്തിലുള്ള ആഹാരങ്ങൾ സപ്ലിമെൻ്റ് എടുത്തത് കൊണ്ട് നിങ്ങളുടെ അസുഖം പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ്, ഇതിനേക്കാൾ എത്രയോ ബെറ്ററാണ് നമ്മൾ കഴിക്കുന്ന ആഹാരങ്ങൾ. നമ്മൾ ബാലൻസ്ഡ് ആയ ന്യൂട്രിയൻസ് ഡെയിലി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഈ സപ്ലിമെൻറ്റേക്കാൾ മികച്ച രീതിയിൽ നമ്മുടെ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാനും അസുഖങ്ങൾ പ്രിവെൻറ്റ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമ്മൾ വെറുതെ ക്യാഷ് ഇത്തരത്തിലുള്ള സപ്ലിമെൻറ്റിൻ്റെ പിന്നാലെ നമ്മൾ സ്പെൻഡ് ചെയ്യുന്നതിനേക്കാൾ ഏറ്റവും ബെറ്റർ നല്ല ആഹാരങ്ങൾ വീട്ടിലുണ്ടാക്കി കഴിക്കുന്നത് തന്നെയാണ്. അപ്പോൾ ഇത് വെറും ക്യാഷിൻ്റെ പ്രശ്നമാണോ, നമ്മൾ ക്യാഷ് സ്പെൻഡ് ചെയ്യുന്ന ഒരു പ്രശ്നം മാത്രമാണോ? അല്ല. അത് കൂടാതെ മറ്റ് ചില കാര്യം കൂടി നമ്മളിവിടെ അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട്. നമ്മുടെ അസുഖത്തിൻ്റെ റൂട്ട് കോസ് നമ്മൾ തിരിച്ചറിയാതെ പോകുന്നൊരവസ്ഥ കൂടി ഇവിടെ ഉണ്ടാവാറുണ്ട്. പലപ്പോഴായിട്ട് നമുക്ക് പലതരത്തിലുള്ള ഇൻഫ്ലുവൻസേഴ്സ് ഇത് പറഞ്ഞു തരും. ഇന്നൊരു ന്യൂട്രിയൻ്റ് സപ്ലിമെൻ്റ് എടുത്തു കഴിഞ്ഞാൽ ഇന്ന അസുഖത്തിന് നല്ലതാണ്, ഇന്ന പ്രശ്നത്തിന്, തളർച്ചയ്ക്ക് ഇതെടുത്തോ, ക്ഷീണത്തിന്, ഓർമ്മക്കുറവിനൊക്കെ പറഞ്ഞിട്ട് ഇന്ന സപ്ലിമെൻറ്റുകൾ ആൾക്കാർ അഡ്വൈസ് ചെയ്യുന്ന രീതിയുണ്ട്. നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇപ്പം മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് വരെ ഇത്തരം ന്യൂട്രിയൻസുകൾ ആളുകൾ സെല്ല് ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ ഈ സെല്ല് ചെയ്യുമ്പോൾ ഇവർക്ക് പർട്ടിക്കുലർ കമ്മീഷൻ കിട്ടുന്നത് കൊണ്ട് തന്നെ പലതരത്തിലുള്ള ഹെൽത്ത് ബെനിഫിറ്റ് ക്ലെയിം ചെയ്തുകൊണ്ട് ഇന്ന അസുഖം മാറ്റാനും ഇന്ന അസുഖം വരാതിരിക്കാനൊക്കെ നല്ലതാണെന്ന് ക്ലെയിം ചെയ്തുകൊണ്ട് ആളുകളെ കൊണ്ട് വാങ്ങിക്കുന്ന രീതി ഉണ്ടായിരുന്നു. ഈ ഒരു ബിസിനസ്സിൻ്റെ ഭാഗമായിട്ടുള്ള ആളുകൾ അവരടുത്ത ആളുകൾക്ക് ഇത് സെല്ല് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു രീതിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഈ രീതിയിൽ പലതരത്തിൽ ഈവൻ സോഷ്യൽ മീഡിയയിലൂടെ കിട്ടുന്ന പല ഇൻഫ്ലുവൻസ് പ്രകാരം ആളുകൾ ഇത്തരം സപ്ലിമെൻറ്റുകൾ വാങ്ങി കഴിക്കുന്ന ഒരു രീതി ഉണ്ടാകുമ്പം പലപ്പോഴായിട്ട് നമ്മുടെ ആക്ച്വൽ ആ ന്യൂട്രിയൻ ഡെഫിഷ്യൻസിയുടെ അല്ലെങ്കിൽ ഇന്നൊരു പ്രശ്നം വരാനുള്ള റിയൽ റീസൺ എന്താണെന്ന് തിരിച്ചറിയാതെ പോകുന്ന ഒരു വിഷയം കൂടി ഇവിടെ ഉണ്ട്. പ്രത്യേകിച്ചും പ്രമേഹ രോഗികൾ, തൈറോയിഡ് പ്രശ്നങ്ങളിൽ, അല്ലെങ്കിൽ ശരീരത്തിൽ കൊഴുപ്പടിഞ്ഞു കൂടിയിട്ടുള്ള ഒബേസ് ആയിട്ടുള്ളതും ശരീരത്തിൽ പല ഭാഗത്ത് കൊഴുപ്പടിഞ്ഞു കൂടി ഇരിക്കുന്ന അവസ്ഥകളിലൊക്കെ നമ്മുടെ ശരീരത്തിൽ ന്യൂട്രിയൻസ് കഴിച്ചിട്ടും കാര്യമില്ല, ശരീരത്തിൽ അത് ഡെഫിഷ്യൻ്റ് ആയിട്ടേ കാണിക്കുള്ളൂ, അല്ലെങ്കിൽ ശരീരത്തിന് ആവശ്യത്തിന് കിട്ടാത്തൊരവസ്ഥ ഉണ്ടാവാറുണ്ട്. അത് എക്സ്ട്രാ എടുത്തു കഴിഞ്ഞാൽ പോലും അത് കൃത്യമായി ശരീരത്തിൽ അത്തരം സപ്ലിമെൻറ്റുകൾ ഇഫക്റ്റീവ് ആവാത്ത രീതികൾ ഉണ്ടാവാറുണ്ട്. അപ്പം ആ അസുഖത്തിൻ്റെ കൃത്യമായ പ്രശ്നത്തെ പരിഹരിക്കാതെ നിങ്ങൾ സപ്ലിമെൻ്റ് അവിടെ എടുക്കുന്നത് കൊണ്ട് അവിടെ ഗുണം ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, ലോങ് ടേമിൽ അത്തരത്തിലുള്ള രീതി കണ്ടിന്യൂ ചെയ്യുമ്പോൾ നമ്മളുടെ റൂട്ട് കോസിനെ കറക്റ്റ് ചെയ്യാത്തത് കൊണ്ട് തന്നെ അത് മറ്റു പല പ്രശ്നങ്ങളായിട്ട് മാറി വരാനും കാരണമാവാറുണ്ട്. അപ്പം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഹെൽത്ത് ഇഷ്യൂ ആണ്. പിന്നെ മനസ്സിലാക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, നമ്മുടെ ഗട്ട് ഹെൽത്ത് എന്ന് പറയുന്നത് കഴിക്കുന്ന ആഹാരത്തെക്കാൾ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എത്ര ആഹാരം കഴിച്ചിട്ട് കാര്യമില്ല, ഗട്ട് ഹെൽത്ത് പ്രോപ്പർ അല്ലെങ്കിൽ നമ്മുടെ ന്യൂട്രിയൻസ് കൃത്യമായി ഡൈജഷൻ നടന്ന് അതിനെ ആഗിരണം ചെയ്യാൻ പറ്റില്ല. ചെറിയ തരത്തിലുള്ള ഇൻഫ്ലമേഷൻ തൊട്ടിട്ട്
വളരെ ഗുരുതരമായ ഗട്ട് ഹെൽത്ത് പ്രോബ്ലംസ് ഉള്ള ആളുകൾ വരെ ഉണ്ടാവാറുണ്ട്. അവർക്കൊക്കെ ചിലപ്പോൾ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി കാണിച്ചിരിക്കാം, ചില പ്രശ്നങ്ങൾ അതുമായി ബന്ധപ്പെട്ട് കാണിച്ചിരിക്കാം. അതിന് പരിഹാരം സപ്ലിമെൻ്റായി കഴിക്കലല്ല, പകരം ആ പ്രശ്നം എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അതിൻ്റെ പ്രശ്നം മാറ്റിയാൽ മാത്രമേ ഈ പ്രശ്നം നമുക്ക് പരിഹരിക്കാൻ പറ്റുള്ളൂ. പിന്നെ അടുത്തൊരു പ്രശ്നമാണ് ടോക്സിസിറ്റി, ഓവർ ഡോസ് ആയിട്ട് എടുക്കുന്ന ശീലം. നമ്മുടെ ഓൺലൈൻ മാർക്കറ്റിൽ വരെ പല ലെവലിലുള്ള പല ഡോസിലുള്ള വൈറ്റമിൻസുകളൊക്കെ അവൈലബിൾ ആണ്. അത് കൂടുതൽ കാലത്തേക്ക് അളവിലെടുക്കുന്നത് ടോക്സിസിറ്റി ഉണ്ടാക്കാൻ കാരണമാവും. പല ഓർഗൻസിൽ നീർക്കെട്ടുകളൊക്കെ ഉണ്ടാകാനൊക്കെ ഇതൊരു കാരണമായിട്ട് മാറുന്നുണ്ട്. അതുകൂടാതെ പല ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വേണ്ടി മരുന്നെടുക്കുന്ന ആളുകൾക്ക് ഡ്രഗ് ഇൻട്രാക്ഷൻ നടന്നിട്ട് ആ മരുന്നിൻ്റെ ഗുണം പോവാനോ അല്ലെങ്കിൽ പലതരത്തിലുള്ള സൈഡ് എഫക്റ്റുകൾ വന്നിട്ട് പ്രശ്നം ഗുരുതരമാവാനൊക്കെ കാരണമാവാറുണ്ട്. ഹെൽത്ത് റിലേറ്റഡ് ഇഷ്യൂസിന് മരുന്ന് ഓൾറെഡി എടുക്കുന്ന അല്ലെങ്കിൽ ചികിത്സിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ആ മരുന്ന് കഴിക്കുന്ന ആ ഡോക്ടറുടെ കൃത്യമായിട്ടുള്ള അഡ്വൈസ് ഇല്ലാതെ നിങ്ങൾ സ്വയം ചിന്തിച്ചുകൊണ്ട് സ്വയം തീരുമാനം എടുത്തുകൊണ്ട് ഇതുപോലുള്ള സപ്ലിമെൻ്റ് എടുക്കുന്ന രീതി മാറ്റി വെക്കണം. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഫുഡ് ഈസ് ബെസ്റ്റ്. സപ്ലിമെൻറ്റിന് പകരം നമ്മൾ ഫുഡ് എടുക്കുമ്പോൾ പലപ്പോഴായിട്ട് അത് വെറും 1-2 ന്യൂട്രിയൻസ് മാത്രമല്ല നമുക്ക് കിട്ടുന്നത്. നാച്ചുറലി അതിൻ്റേതായിട്ടുള്ള ഒരു ബ്ലെൻഡ് ഉണ്ട്. അത് പലതരത്തിലുള്ള ബാലൻസ് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതുമാത്രമല്ല നല്ല അബ്സോർപ്ഷന് ഏറ്റവും കൂടുതൽ ന്യൂട്രിയൻസ് കൃത്യമായി അബ്സോർബ് ചെയ്യാൻ ഏറ്റവും ഹെൽപ്ഫുൾ ആവുന്നത് ആഹാരത്തിലൂടെ എടുക്കുമ്പോഴാണ്. പലപ്പോഴായിട്ട് സപ്ലിമെൻ്റ് ഫോമിൽ എടുക്കുമ്പോൾ അതിൻ്റെ അബ്സോർപ്ഷൻ്റെ അളവ് പലപ്പോഴായിട്ട് ഭക്ഷണത്തിലൂടെ എടുക്കുന്നതിനേക്കാൾ കുറവായിട്ടാണ് ഉണ്ടാകുന്നത്. പിന്നെ ഓവർ ഡോസ് ആവുക, അതുമായി ബന്ധപ്പെട്ട ടോക്സിസിറ്റി ഒക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ ഭക്ഷണത്തിലൂടെ ഇത്തരത്തിലുള്ള ന്യൂട്രിയൻസ് കിട്ടുമ്പോഴാണ് നല്ലത്. അപ്പോൾ ഭക്ഷണം ഏത് കഴിച്ചാലാണ് ഏത് ന്യൂട്രിയൻസാണ് കിട്ടുക എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഭക്ഷണത്തെ നമ്മളൊരു മെഡിസിനെ പോലെ കണ്ട് കൃത്യമായ ബാലൻസ്ഡ് ഡയറ്റ് കഴിക്കുമ്പോഴാണ് നമുക്കത് ആരോഗ്യത്തെ ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുന്നത്. നമുക്ക് തോന്നിയതുപോലെ നമുക്ക് ഏതെങ്കിലും ഒരു ബ്രാൻഡ് ഏതെങ്കിലും ഒരു മാർക്കറ്റിൽ നിന്നൊക്കെ പർച്ചേസ് ചെയ്തിട്ട് നമ്മുടെ ശരീരത്തിൽ പരീക്ഷണം നടത്താനുള്ളതല്ല എന്നുകൂടി മനസ്സിലാക്കുക. ലോങ് ടേം ആയിട്ട് ഏതൊരു സപ്ലിമെൻറ്റും എടുക്കുന്നത് തീർച്ചയായും നല്ലൊരു കാര്യമല്ല. ഏതൊരു കാര്യം അമിതമായി കഴിഞ്ഞാൽ നമ്മുടെ ആരോഗ്യത്തിൽ പ്രശ്നം തന്നെയാണ്. ആഹാരം പോലും അതുപോലെയാണ് നമ്മൾ മനസ്സിലാക്കുക. ഒരേ ആഹാരം എന്നും കഴിക്കുന്നത് നല്ലതല്ല. നമ്മൾ എപ്പോഴും വെറൈറ്റി ആഹാരങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ വെറൈറ്റി തരത്തിലുള്ള ന്യൂട്രിയൻസ് നമ്മുടെ ശരീരത്തിൽ കിട്ടും. വെറൈറ്റി പ്രശ്നങ്ങൾ നമ്മുടെ ശരീരത്തിൽ പലതരത്തിലുള്ള ന്യൂട്രിയൻസിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടായിരിക്കും. അതൊക്കെ അഡ്രസ്സ് ചെയ്യാൻ പല വെറൈറ്റി ആയിട്ടുള്ള ആഹാരങ്ങൾ എന്നും ട്രൈ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് യൂസ്ഫുൾ ആവുന്ന ഒരു കാര്യം കൂടിയാണ്. അപ്പം എനിക്ക് ഇന്ന് തോന്നിയിട്ടുള്ള ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ വീഡിയോയിലൂടെ പറയാൻ ശ്രമിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ഇതുപോലെ ഏതെങ്കിലും തരത്തിലുള്ള ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്യാനുണ്ട് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായും വീഡിയോയുടെ അടിയിൽ നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പം എല്ലാവർക്കും വേണ്ടി ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അടുത്ത നല്ലൊരു കണ്ടൻ്റ് ആയിട്ട് വരാം. അതുവരേക്കും ഗുഡ് ബൈ.